നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാം ഒക്കെ ലക്ഷ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവിശാലമായ സ്വർഗത്തിൻ്റെ ഉദ്യാനങ്ങളിൽ ഇതേ സമാധാനത്തോടെയും ശാന്തിയോടെയും കൂടിയിരിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ എന്നു തന്നെ പറയാം, ഒരുപക്ഷെ റമദാനിലേക്ക് ഇനി ബാക്കിയുള്ളൂ. ഇപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക, ഇപ്പോഴും നമുക്ക് റമദാൻ കിട്ടി എന്ന് പറയാനായിട്ടില്ല. എൻ്റെ നാട്ടിൽ വളരെയധികം ഇബാദത്തുകളോട് സ്നേഹമുള്ള, കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ മഴ പോലെ കണ്ണീരൊഴുകുന്നൊരു മനുഷ്യനുണ്ട്. പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്നലെ രാത്രി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ റമദാൻ ഒന്ന് കിട്ടുന്നതിന് വേണ്ടി. ആ റമദാനിൻ്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിനും തറാവീഹ് നമസ്കരിക്കുന്നതിനും ദാനധർമ്മങ്ങൾ നൽകുന്നതിനുമെല്ലാം ആ മനുഷ്യൻ എത്രമാത്രം തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇത്രത്തോളം അമലുകളോട് ആർത്തി കാണിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മളൊന്നും ഉറപ്പിക്കരുത് എനിക്ക് റമദാൻ കിട്ടിപ്പോയി എന്നത്. ഇപ്പോഴും നമ്മൾ ദുആ ചെയ്യുക, റബ്ബേ റമദാനിലേക്ക് നീ എന്നെ എത്തിക്കണയല്ല. റമദാൻ ആയിക്കഴിഞ്ഞാലും ആ റമദാനിൽ എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ റമദാനിൻ്റെ ഏറ്റവും അവസാനം വരെ അതിൻ്റെ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുന്ന, ഉപകാരപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളെല്ലാം സജ്ജമാണ്. സെൻ്ററുകളും വീടുകളും റൂമുകളുമെല്ലാം റമദാൻ മാസത്തെ സ്വീകരിക്കാൻ സജ്ജമാണ്. നാം നമ്മുടെ ശരീരമടക്കം ശുദ്ധിയാക്കി വച്ചിരിക്കുന്നു. ഖുർആനൊക്കെ പൊടി തട്ടിയെടുത്ത് ഓതാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പള്ളികളിൽ കാർപ്പറ്റ് മാറ്റിയിട്ടുണ്ട്. പല പള്ളികളിലും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പള്ളികളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ റമദാൻ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയോ? അത് പള്ളിയോ വീടോ സ്ഥാപനങ്ങളോ സെൻ്ററുകളോ റൂമുകളോ ഒന്നുമല്ല, നമ്മുടെ ഹൃദയങ്ങളാണ്, നമ്മുടെ മനസ്സുകളാണ്, നമ്മുടെ ഹൃദയങ്ങളാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞാൽ അത്തഖ്വ ഹാഹുന, ഇവിടെയാണ് നിങ്ങളുടെ തഖ്വ കിടക്കുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ സൂക്ഷ്മത കിടക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തെയാണ് റമദാനിനെ വരവേൽക്കുന്നതിനും ഉപകാരപ്പെടുത്തുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി ഞാനും നിങ്ങളും സജ്ജമാക്കി വെക്കേണ്ടത് എന്ന ഓർമ്മ നല്ലോണം നമ്മുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു ഹദീസ് മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുക. ഒറ്റൊരു ഹദീസ്. ആ ഹദീസുകളിൽ നമ്മുടെ ഹൃദയം എങ്ങനെയാവണമെന്ന് കൃത്യമായി റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ പറയാണ്, 4 തരം ഹൃദയമാണ് മനുഷ്യൻ അല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഈ കൂട്ടത്തിലുള്ള ആളുകളുടെയൊക്കെ ഹൃദയം എടുത്തിട്ട് ഈ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 തരത്തിലുള്ള ഹൃദയങ്ങളായിരിക്കും ആ കൂട്ടത്തിൽ ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അതിൽ ഒന്നാമത്തെ ഹൃദയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത് ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഹദീസിൽ പറഞ്ഞ അതേ ഓർഡറിലല്ല കേട്ടോ പറയുന്നത്. ഹദീസിൽ ഒരു ഓർഡറിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ ആ ഓർഡർ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു തരം ഹൃദയം ചില ആളുകൾക്കുണ്ട്. ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? കനം കുറഞ്ഞ ഹൃദയമാണത്. കനം കുറഞ്ഞ ഹൃദയമാണത്. ആ ഹൃദയത്തിൽ ഒരു വ്രണമുണ്ട്. ആ ഹൃദയത്തിൽ എന്തുണ്ട്? ഒരു വ്രണമുണ്ട്. അതോടൊപ്പം തന്നെ ആ ഹൃദയത്തിൽ ഒരു ചെറിയ ചെടിയുമുണ്ട്. ഈ വ്രണം എന്താണ്? നിഫാഖാണ്. ഈ ചെടി എന്താണ്? ഈമാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ 4 ഹൃദയത്തിൽ എന്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയം മിക്കവാറും ഈ കാറ്റഗറിയിലാണ് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ആ വ്രണത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാതെ, അതിനെ ചികിത്സിക്കാതെ നിങ്ങൾ അതിനെ വിട്ടുകഴിഞ്ഞാൽ അത് വളർന്ന് പഴുത്ത് പുഴുകേറി
നിങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ ആ വ്രണം കീഴടക്കി കളയും. ആ വ്രണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആ ഹൃദയത്തിലുള്ള ചെടിയുണ്ടല്ലോ, അതാണ് ഈമാൻ. ആ ഈമാൻ വാടി തളർന്ന് തകർന്ന് വേര് നശിച്ച് ഇല്ലാതെയായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ റമദാൻ മാസത്തിൽ നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ പണി എന്താണ്? ആ വ്രണത്തെ ട്രീറ്റ് ചെയ്യുക, ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആ ചെടിക്ക് കൃത്യമായ പരിചരണം കൊടുക്കുക. വ്രണം മുഴുവനുമായി ഉണങ്ങണം, ആ ചെടി വളരണം, അതിൽ പുഷ്പങ്ങൾ ഉണ്ടാവണം, അതിന് സുഗന്ധമുണ്ടാവണം, സൗരഭ്യമുണ്ടാവണം, സൗന്ദര്യമുണ്ടാകണം. ആ ഈമാനാകുന്ന ചെടി വളർന്ന് നമുക്കും മറ്റുള്ളവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന രൂപത്തിൽ ആ ഹൃദയത്തിലുള്ള ഈമാനിനെ വളർത്തുക എന്നതാണ് ഈ റമദാൻ മാസത്തിൽ നമ്മുടെ പണി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ഒരു ഭാഗത്ത് എന്തുണ്ട്? വ്രണമുണ്ട്, ഒരു ഭാഗത്ത് ഈമാനിന്റെ ചെടിയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ ചില ആളുകളുടെ ചെടി വാടി കരിഞ്ഞ് ഇതളുകളൊക്കെ കരിഞ്ഞ് വേരൊക്കെ നശിച്ച് ഏകദേശം അത് ചാവാനായിട്ടുണ്ടാകും. എന്നാലോ വ്രണം ആകെ പടർന്ന് പന്തലിച്ച് ആ ഹൃദയത്തെ മുഴുവൻ കീഴടക്കാറായിട്ടുണ്ടാകും. അതിനെ നേരെ റിവേഴ്സിലേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്രണത്തെ മുഴുവനുമായി ഉണക്കിക്കളഞ്ഞ് ആ ചെടിയെ വളർത്തി കൊണ്ടുവരാനുള്ള ഒരു അവസരമായി നമുക്ക് ഈ റമദാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഹൃദയത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? അത് പരിശുദ്ധമായ ഹൃദയമാണ്. സൗന്ദര്യമുള്ള, സൗരഭ്യമുള്ള, സുഗന്ധമുള്ള, ആസ്വദിക്കാൻ കഴിയുന്ന, സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപകാരമെടുക്കാൻ കഴിയുന്ന, ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഹൃദയമാണ് വേറൊരു ഹൃദയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആരുടെ ഹൃദയമാണ്? വിശ്വാസികളുടെ ഹൃദയമാണ്. ഈമാനുള്ള മുഅ്മിനുകളുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരതിനെ ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചു, ആരതിനെ കേടുവരുത്തിയോ വ്രണപ്പെടുത്തിയോ വൃത്തികേടാക്കിയോ അവൻ പരാജയപ്പെടുകയും ചെയ്തു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ ആ ഹൃദയത്തിനുണ്ടാകേണ്ട, പരിശുദ്ധമായ ഹൃദയത്തിനുണ്ടാകേണ്ട ഏതാനും ക്വാളിറ്റികളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമതായി നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്തറിയോ? നമ്മൾ തവാദുഉള്ളവരാവണം, വിനയമുള്ളവരാവണം. ഹൃദയത്തിൽ നിന്ന് ബഹിസ്ഫുരിക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റിയാണ്. നമുക്ക് വിനയമുണ്ടെങ്കിൽ ആളുകൾ ഒറ്റ നോട്ടത്തിൽ നമ്മോട് ഇടപെടുന്ന ഒന്നാമത്തെ ഇടപെടലുകളിൽ തന്നെ നമുക്ക് വിനയമുണ്ടെങ്കിൽ ആളുകൾ തിരിച്ചറിയും. നമുക്ക് വിനയമില്ല, നാം അഹങ്കാരികളാണെങ്കിൽ നാമുമായി നടത്തുന്ന ഒന്നാമത്തെ ഇടപെടലുകളിൽ തന്നെ ആളുകൾക്ക് നമ്മൾ അഹങ്കാരികളാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഒരു സെൻസർ പഠിച്ച മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അഹങ്കാരികളാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമുക്ക് വിനയമുണ്ടോ, നമ്മൾ അഹങ്കാരികളാണോ എന്നൊക്കെ എപ്പോഴാണ്, എവിടെ വെച്ചാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഒരു മനുഷ്യന്റെ അഹങ്കാരം ആദ്യം പ്രതിഫലിക്കുക എവിടെ നിന്നറിയോ? അവന്റെ കുടുംബത്തിലാണ്, അവന്റെ ഭാര്യയുടെ അടുത്താണ്, അവന്റെ മക്കളുടെ അടുത്താണ്. അവിടെയാണ് ഒരു മനുഷ്യന്റെ അഹങ്കാരം ആദ്യമായി പ്രതിഫലിക്കുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നത് അവിടെയാണ്. നമ്മുടെ ഭാര്യയുടെ മുന്നിലാണ് എല്ലാ ന്യൂനതകളും പ്രദർശിപ്പിക്കാൻ നമുക്ക് ലൈസൻസ് ഉള്ളത്. എന്തും പച്ചയായ ഒരു മനുഷ്യന്റെ സ്വഭാവ പ്രകടനം നടക്കുന്നത് അവന്റെയോ അവളുടെയോ ഇണയുടെ മുന്നിലാണ്. നമുക്കവിടെ വളച്ചുകെട്ടുകളില്ല, മറച്ചുവെക്കലുകളില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന വാഗ്ദാനങ്ങളാണ് ലോകത്തെ ഏറ്റവും ബാലിശമായ വാഗ്ദാനങ്ങൾ. കാരണം വാക്ക് ലംഘിക്കാനോ, ചീത്ത പറയാനോ, തെറി പറയാനോ, തല്ലാനോ, മോശമായ വാക്കുകൾ ഉപയോഗിക്കാനോ നാം ഒരു മറയും സ്വീകരിക്കാത്ത സ്ഥലമാണ് നമ്മുടെ ഇണയുടെ മുന്നിൽ, നമ്മുടെ കുടുംബത്തിന്റെ മുന്നിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളുടെ പെണ്ണിനോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വെറുതെയല്ല. അത് ഏറ്റവും പ്രയാസമുള്ള സംഗതിയാണ്. സോഷ്യൽ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഏറ്റവും നന്നായി, ഏറ്റവും സോഫ്റ്റായി, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളുടെ കുടുംബജീവിതത്തിലെ സ്വഭാവം നമ്മൾ എടുത്തു നോക്കിയാൽ അവരവിടെ സിംഹങ്ങളായിരിക്കും, പുലികളായിരിക്കും, അവളുടെ വാപ്പാനത്തെറി പറയുന്നവരായിരിക്കും. ഇനി സംഘടനാ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിച്ച് തഖ്വയുടെ നടുക്കണ്ടങ്ങളായി ജീവിക്കുന്ന സ്ത്രീകൾ എടുത്തു നോക്കിയാൽ ഭർത്താവിന്റെ മുന്നിൽ വളരെ വൃത്തികെട്ട സ്വഭാവമായിരിക്കും, വളരെ വൃത്തികെട്ട നാവായിരിക്കും, വളരെ വൃത്തികെട്ട
മനുഷ്യന്റെ ക്യാരക്ടർ അതുപോലെ പ്രതിഫലിക്കുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് താഴ്മയുണ്ടോ ഇല്ലയോ എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അങ്ങ് വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ്, സുന്ദരമായ ഒരു പ്രകൃതത്തിന്റെ, ആരും അതിശയിച്ചു പോകുന്ന, അമ്പരന്നു പോകുന്ന ഒരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറയണമെങ്കിൽ ആ റസൂലുള്ളാഹിക്ക് അതിന് മാത്രമുള്ള ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്കറിയാലോ, പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു പലഹാരപാത്രം കൊണ്ടുവരപ്പെട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആ പലഹാരപാത്രം തട്ടിക്കളയുകയും അത് തകർന്നു വീഴുകയും എന്നിട്ട് ആ പലഹാരങ്ങൾ പ്രവാചകൻ അവിടെ ഇരുന്ന് പെറുക്കിയെടുക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ എത്രയോ വട്ടം കേട്ടതാൽ. പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഉണ്ടെന്നറിയോ? ഇതൊക്കെ നടക്കുമ്പോൾ പ്രവാചകന്റെ വീട്ടിൽ അതിഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റുകളുമായി, അതിഥികളുമായി വളരെ സീരിയസ് ആയ ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നത്. നബിയുടെ പ്രതികരണം എങ്ങനെയെന്നറിയോ പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ ആ ഇരുന്നിരുന്ന് എഴുന്നേറ്റ് പോയത് എങ്ങനെയെന്നറിയോ? നിങ്ങളുടെ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്നിട്ട് പ്രവാചകൻ അവിടെ നടത്തിയ പ്രതികരണം എന്താണ്? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാൻ അള്ളാന്റെ റസൂലാണ്. ഈ മദീനയിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തൊരു മനുഷ്യൻ പോലും ബാക്കിയില്ല. ആ എന്നോടാ നിന്റെ ധിക്കാരം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹുവിന്റെ ഉപ്പാനെ രണ്ട് ചീത്തൊക്കെ പറഞ്ഞ് മുടി പിടിച്ച് രണ്ട് കൊടുക്കല്ലല്ലോ ചെയ്തത്. അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടുപോലും ആയിഷ റളിയല്ലാഹു അൻഹയെ വേദനിപ്പിക്കുകയല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവിടെ ഇരുന്ന് ചിന്നിച്ചിതറിയ പലഹാരങ്ങൾ കൈവെള്ളയിലേക്ക് എടുത്ത് റസൂൽ ഒരു ന്യായം പറഞ്ഞു. അവിടെ എന്താ അറിയോ? ആയിഷ, പാത്രം നിന്റേതല്ല, അത് നീ കൊടുക്കണം. നിനക്ക് എറിയാനോ പൊളിക്കാനോ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. നിന്റെ വീടാണ്, ഞാൻ നിന്റെ ഭർത്താവുമാണ്. പക്ഷേ പാത്രം നിന്റേതല്ല, അത് നീ കൊടുക്കണട്ടോ എന്ന് പറഞ്ഞപ്പോ ഒരു പുരുഷന് ഈ ലോകത്ത് വെച്ച് നടത്താൻ പറ്റുന്ന ഏറ്റവും പക്വമായ, ഏറ്റവും സുന്ദരമായ ഒരു പ്രതികരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയത്. എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പ്രതികരിക്കാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പ്രതികരിക്കാൻ സാധിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഉപയോഗിച്ച് കഴുകി കളഞ്ഞപ്പോ ആ കഴുകുന്ന കൂട്ടത്തിൽ ഒന്നാമതായി പുറത്തേക്ക് പോയ മാലിന്യമാണ് കിബിർ. കിബിറില്ല പ്രവാചകന്റെ മനസ്സിൽ, അഹങ്കാരമില്ല. അതുകൊണ്ടാണ് കുടുംബത്തോട് ഇത്രമാത്രം താഴ്മയോടെ പെരുമാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവാചകന്റെ ജീവിതം അല്ലലും അലട്ടലുമില്ലാത്ത, സംഘട്ടനങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, സുന്ദരമായി ഒഴുകിപ്പോയൊരു ജീവിതമൊന്നല്ല. ഞാനും നിങ്ങളും കുടുംബ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സ്ത്രീകളുടെ നാവ് കൊണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നിലപാട് കൊണ്ടോ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതിന്റെ ഏറ്റവും വലിയ രൂപത്തിൽ അനുഭവിച്ച് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ഭാര്യമാർക്കിടയിൽ രണ്ട് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്, സൈനബ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും കലഹങ്ങളും എല്ലാം പ്രവാചകൻ എത്ര സുന്ദരമായിട്ടാണ്, എത്ര സർഗാത്മകമായിട്ടാണ് അതൊക്കെ പരിഹരിച്ചത് എന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പ്രശ്നങ്ങളിലൊന്നും സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചപ്പോ ആ സഫിയ റളിയല്ലാഹു അൻഹയുടെ ചില ശാരീരികമായ കുറവുകൾ എടുത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ഒഫൻസീവായ ഒരു കമന്റ് പറയുന്നുണ്ട്. നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അവിടെ പ്രവാചകൻ പ്രതികരിച്ചത് മുഖത്തടിച്ചിട്ടോ ചൂടായിട്ടോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടോ ഒന്നല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള സതുപദേശങ്ങൾ കൊടുത്തിട്ടാണ്. ആയിഷ, നിന്റെ വാക്കെങ്ങാനും കടലിൽ കലക്കിയാൽ ആ കടൽ മുഴുവൻ വിഷം തീണ്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കിബറും അഹങ്കാരവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി അത് പ്രതിഫലിക്കുക നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കും, നമ്മുടെ ഭാര്യമാരുടെ അടുത്തായിരിക്കും, നമ്മുടെ മക്കളുടെ അടുത്തായിരിക്കും. പിന്നീട് അവിടെയും ഒതുങ്ങാത്ത അഹങ്കാരമുള്ളവരുടെ അഹങ്കാരമാണ് പിന്നീട് സാമൂഹ്യ ജീവിതത്തിലേക്ക്
ഇറങ്ങിപ്പോകുക, സമൂഹ ജീവിതത്തിൽ പ്രതിഫലിക്കുക. എത്ര ആളുകളാണ് പരസ്പരം തെറ്റി നിൽക്കുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ട്, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയുണ്ടാവും. അദ്ദേഹം ഒരു റമദാനിൽ മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിൽ അഹ്ലൻ റമദാൻ എന്ന വിഷയത്തിൽ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളുടെ അവർക്ക് വരാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ചും കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുമെല്ലാം വാചാലമായ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് സംസാരിച്ചു. അതേ സദസ്സിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു, ഒരു ജ്യേഷ്ഠനും അനുജനുമാണ്. വർഷങ്ങളായി തെറ്റിയിട്ട് ഈ സംസാരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി. അവര് ആ സദസ്സിൽ വെച്ചു തന്നെ അത് പിരിയുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിക്കുകയും പൊരുത്തപ്പെടുകയും രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന ആ വലിയ മഞ്ഞുമല ഉരുകി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചാൽ പറ്റും. നാം തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന, മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളുമായി നന്നാവാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. അതിനേക്കാൾ വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നും ആ വിഷയത്തിൽ ഇല്ല എന്നതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു ശ്രമമുണ്ടായാൽ, ഒരു വിചാരമുണ്ടായാൽ തീരാവുന്ന സംഗതിയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മളൊന്നും അല്ലല്ലോ ഈ ദുനിയാവിൽ ഏത് നിമിഷവും പടച്ചോന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരാളുമായിട്ട് തെറ്റി നിന്നാൽ, ചില ആളുകളൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, എത്രയോ ഖുർആൻ ഓതുന്നുണ്ടാവും, എത്രയോ ദുആ ചെയ്യുന്നുണ്ടാവും, എത്രയോ അദ്കാറുകൾ ചൊല്ലുന്നുണ്ടാവും. പക്ഷെ ആ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ ക്ലിയറൻസ് കിട്ടാതെ ഒന്നാമത്തെ ആകാശത്തിന്റെ താഴെ കിടക്കുമെന്ന് നമുക്ക് പറഞ്ഞു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശഅബാൻ മാസത്തിലാണ് ആ കൊല്ലം മുഴുവൻ പ്രവർത്തിച്ച അമലുകൾ, കർമ്മങ്ങൾ മുഴുവൻ പടച്ചോനിലേക്ക് ഉയർന്നു പോവുക. ആ ഉയർന്നു പോകുന്ന സമയത്ത് രണ്ട് മനുഷ്യരുടെ, രണ്ട് വിഭാഗത്തിന്റെ അമലുകളെ അള്ളാഹു ഉയർത്തില്ല. ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ? ഒന്ന് മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്നവനാണ്. ശിർക്ക് ചെയ്യുന്നവൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിനത് വേണ്ട, പടച്ച റബ്ബിനത് വേണ്ട. എത്ര ദാനം ചെയ്താലും, എത്ര ത്യാഗം ചെയ്താലും, എത്ര നിസ്കരിച്ചാലും, എത്ര മനുഷ്യ അവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും, ഫിലാന്ത്രോഫിസ്റ്റ് ആയാലും ആ പടച്ചോനത് വേണ്ട. വേറൊരു വിഭാഗത്തിന് അമല് കൂടി അള്ളാഹ്ക്ക് വേണ്ട. ഏതാണത്? മുഷാഹിനാണത്. ഹൃദയത്തിൽ ഷഹ്ന് കാത്ത് സൂക്ഷിക്കുന്നവർ. അവനെ കിട്ടിയ ഞാൻ വെറുതെ വിടൂല, അവനെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല, അവൻ വൃത്തികെട്ടവനാണ്. ജീവിതത്തിൽ അവസരം കിട്ടുമ്പോഴെല്ലാം ആ മനുഷ്യനെ തകർക്കാനും ആ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാനും ആഗ്രഹിച്ച് പകയും വൈരാഗ്യവും സ്പർദ്ധയുമായി നടക്കുന്ന മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹ്ക്ക് വേണ്ട, പടച്ചോന് വേണ്ട. ഇത് അള്ളാഹ് പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഓരോ റമദാനിലൊക്കെ ചില ആളുകൾ 10ഉം 15ഉം വട്ടക്കാണ് ഖുർആൻ ഓതി തീർക്കുക, ഖുർആൻ പഠിച്ചു തീർക്കുക. എത്ര ആയത്തുകൾ, അതുപോലെ തന്നെ എത്ര സദഖകൾ. മാശറയിലും മീസാനിൽ തൂക്കാൻ വേണ്ടി നന്മകൾ എടുക്കുമ്പോൾ ഒരു നന്മയും കാണാനില്ല. തിന്മയാണെങ്കിലും ഗീബത്തും നമീമത്തും പരദൂഷണം പറഞ്ഞതും എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നന്മകളൊന്നും കാണാനില്ല. എന്താ കാരണം? നന്മയൊന്നും ഒന്നാമത്തെ ആകാശം വിട്ട് അങ്ങോട്ട് കേറിയിട്ടില്ല, പടച്ചോന്റെ അടുത്ത് എത്തിയിട്ടില്ല, അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. റമദാനിന്റെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അവസരങ്ങളുടെ കലവറയാണ് നമ്മൾ മനസ്സിലാക്കുക. 5 കർമ്മങ്ങളും ഒരുമിച്ച് വരുന്ന നമ്മുടെ ഷഹാദത്തിനെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കലുമില്ലാത്ത വിധം നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമസ്കാരത്തിന്റെ മുന്നും പിന്നുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം കൃത്യമായി നാം നിർവഹിക്കുന്ന, സകാത്തിന്റെ വിഹിതങ്ങളെല്ലാം നാം കൊടുത്തു തീർക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൽ, ഈ മാസത്തിൽ നോറ്റുവിട്ടേണ്ട നോമ്പുകൾ, വ്രതമാകട്ടെ, നിസ്കാരമാകട്ടെ, ദാനധർമ്മമാകട്ടെ, എല്ലാം ഒരുമിച്ചു വരുന്ന ഒരു സമയമാണ് റമദാൻ മാസം. ഈ റമദാൻ മാസത്തിൽ ഏതോ ഒരു സൃഷ്ടിയായിട്ടുള്ള ദേഷ്യം കാരണം, വൈരാഗ്യം കാരണം നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലുതൊന്നല്ല നമ്മുടെ ഇസ്സത്ത് എന്ന് മനസ്സിലാക്കുക. അതിനേക്കാൾ വലുതല്ല നാം ഉണ്ടാക്കി വെച്ച നമ്മുടെ ഇമേജ്. ഓനോട് പോയിട്ട് സലാം ചൊല്ലി ഓന്റെ മുഖത്തേക്ക് എങ്ങനെയാ നോക്കുക, ഓനോട് എങ്ങനെയാ സംസാരിക്കുക, ഓൻ ചെയ്തതെങ്ങനെയാ, ഓ മനുഷ്യനാ, ഓനൊക്കെ മുസ്ലിമാ, ഞാനോനെ മുസ്ലിമായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യം. നമുക്ക് 100,000 ന്യായങ്ങൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. ആ ന്യായങ്ങൾക്കപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ നീ ഒരാളുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ പടച്ചോന് നിന്റെ കർമ്മങ്ങൾ വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓർമ്മയിൽ
മറന്നുപോയ പടച്ചവൻ അത് പുറത്തു തരും. നമ്മുടെ ഓർമ്മയിൽ ഒരാൾ പോലും ദേഷ്യവും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്ന രീതിയിൽ ഉണ്ടാവരുത്. ഇനി ചിലപ്പോൾ നമുക്ക് ഒരാളെ പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. മനസ്സിലുള്ള ദേഷ്യമൊന്നും എടുത്ത് പുറത്തേക്കിടാനൊന്നും കഴിയൂലല്ലോ. ഹൃദയത്തിൽ ചില ദേഷ്യങ്ങൾ അങ്ങനെ നിലനിൽക്കും. പക്ഷേ ആ ദേഷ്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഉണ്ടാവല്ലോ, അത് നമ്മിൽ നിന്നുണ്ടാവരുത്. കണ്ടാ ചിരിക്കാതിരിക്കുക, സലാം ചെല്ലാതിരിക്കുക, മാറിപ്പോവുക, ഇതൊന്നും നമ്മുടെ വക്കിൽ നിന്നുണ്ടാവരുത്. ചില പള്ളികളിലൊക്കെ കാണാം, ഒരാളിങ്ങനെ സൊഫിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഇങ്ങനെ സൊഫിലേക്ക് വരുന്നു. അപ്പൊ ഈ അറ്റത്ത് ഇയാളാണുള്ളത്, അയാളുടെ അടുത്ത് നിൽക്കാതെ അപ്പുറം സൊഫിലേക്ക് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കൃത്യമായി 5 വക്ത് പള്ളിയിൽ വരുന്നവരാണ്, പക്ഷേ അടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്തിനാ ഈ നിസ്കരിക്കുന്ന പറയപ്പെട്ടവരെ? പിന്നെ എന്തിനാ ഈ നോമ്പെടുക്കുന്നത്? സ്വന്തം അനിയന്റെ അടുത്ത് നിസ്കരിക്കാൻ നിൽക്കാത്ത ആള്, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ തെറ്റിയിട്ട് കൊല്ലങ്ങളോളം പരസ്പരം പഴി പറഞ്ഞു നടക്കുന്നവർ, സ്വന്തം കൂടപ്പിറപ്പിനെതിരെ നാട്ടുകാരോട് കുറ്റം പറഞ്ഞു നടക്കുന്നവർ, ഇവരൊക്കെ എന്തിനാ ഈ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ച നൽകാനും മാപ്പ് നൽകാനും പുറത്തു കൊടുക്കാനുമുള്ള മനസ്സ് നമുക്കില്ല എങ്കിൽ ആവോളം തിന്നും കുടിച്ചും ഈ ദുനിയാവ് അനുഭവിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. വെറുതെ എന്തിനാ ഈ പട്ടിണി കിടക്കണത്? പടച്ചോൻ നമുക്ക് തന്ന ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിയുക. ഈ മനസ്സ് നന്നാക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് പട്ടിണി കിടന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ നിലപാടുകൾ മാറ്റുക, സമൂഹത്തിൽ നാം ഇടപെടുന്ന രീതികൾ മാറ്റുക. ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായി തെറ്റി നിൽക്കാതെ മാറി നിൽക്കുക. ജനങ്ങളുടെ നന്മ കാണാൻ തയ്യാറാവുക. നമ്മളൊക്കെ വെറുക്കാൻ ഫസ്റ്റാണ്. ഒരാളെ വെറുക്കാൻ നമ്മൾ മുന്നിലാണ്, ഒരാളുടെ തിന്മ കാണാനും നമ്മൾ മുന്നിലാണ്. പക്ഷെ ഒരാളുടെ നന്മ കാണാനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത, സ്വഹാബിയാണ് കേട്ടോ, റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടക്കിടക്ക് നല്ല തമാശ പറയും. റസൂലിന് വലിയ ഇഷ്ടമാണ് മനുഷ്യനെ. നല്ല കോമഡി പറയും. പ്രവാചകൻ ചിരിക്കും. റസൂൽ അണപ്പല് കാണുന്ന രീതിയിൽ ചിരിക്കും. അപ്പോൾ ഈ മനുഷ്യന് വേറൊരു ദുശ്ശീലം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ഇടക്ക് പോയിട്ട് കള്ളു കുടിക്കും. റസൂലിന്റെ മുന്നിലുണ്ടായിരുന്ന മനുഷ്യനാണ്. കള്ളു കുടിക്കുമ്പോൾ എന്താണ് ശിക്ഷ? അടിയാണ്. 80 അടി, 80 അടിയോ 100 അടിയോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80 അടിയാണ്. 80 അടി കൊടുക്കും. അയാൾ പശ്ചാത്തപിക്കും, കരയും, തൗബ ചെയ്യും, നന്നാവും. ഇതിങ്ങനെ 3-4 വട്ടം ആവർത്തിച്ചു. പിന്നീട് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവായി തൗബ ചെയ്ത് ആ രീതിയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. ഇതിങ്ങനെ 3-4 വട്ടം ആവർത്തിച്ചപ്പോൾ ഒരിക്കൽ അടി കൊടുക്കുമ്പോൾ ചില സഹാബികൾ പറഞ്ഞു, ഈ ചങ്ങാതിനെ കൊണ്ട് എന്തൊരു ഇടങ്ങറാണ്, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനും റസൂലിനുമുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് മിണ്ടിപ്പോകരുത്. അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകാൻ ഓനെതിരെ നീ പ്രാർത്ഥിക്കേ. എന്താ കാരണം? അത് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് കാരണം ആ മനുഷ്യനെ വെറുത്തില്ല, ആ മനുഷ്യനെ മാറ്റി നിർത്തിയില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും കാലം ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരു നന്മയും പറയാൻ അവകാശമില്ല. ജീവിതകാലം മൊത്തം അന്നേരം നമ്മൾ എടുത്തിടും. ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാലത്തെ ഈ ശവക്കുഴി തൊണ്ട, എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള പഴയ ചപ്പു ചവറുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക. അതിൽ വ്യക്തിഹത്യ ഉണ്ടാവും, തെറിവിളി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ പറയുന്നത് ആദർശം പറയരുത്, ആദർശം ശക്തമായി പറയണം. അഭിപ്രായ വിയോജിപ്പുകൾ നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയണം. കാരണം നമ്മൾ അതൊക്കെ പറഞ്ഞു വന്ന് ശീലിച്ചവരാണ്. ആദർശത്തിന്റെ വിഷയം ഉള്ളിൽ വെച്ച് മൂടിയിട്ടൊന്നും നമുക്ക് ശീലമില്ല. പക്ഷേ അതിൽ വ്യക്തി വിദ്വേഷങ്ങൾ ഉണ്ടാവരുത്. ഞങ്ങൾക്കൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്നറിയോ? നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്യും, പരലോകം പ്രസംഗിക്കാൻ മാത്രമുള്ളതാ, നിന്റെ പണി എന്താ? പരലോകം പ്രസംഗിച്ച് വയറ് നിറയെ തിന്ന് പോക്കറ്റ് നിറയെ പൈസയും വാങ്ങിട്ട് പോകാനല്ലേ നീ പരലോകം പ്രസംഗിക്കണത്? ഇത് ദഅവത്താണ്. ഇതൊക്കെയാണ് പ്രബോധനം, സംഘടനാ പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആളുകളെ വ്യക്തിപരമായി ദ്രോഹിച്ചിട്ടും ആളുകളുടെ മനസ്സിന് അതാരാവട്ടെ, ഇനി പച്ച ഖുറാഫിയാവട്ടെ, പച്ചയായി ശിർക്ക് ചെയ്യുന്ന മനുഷ്യനാവട്ടെ, അവരോട് പറയുന്നതിനൊരു രീതിയില്ലേ? ഏത് നിലപാടാണ് നമുക്കുണ്ടാവേണ്ടത്? ഒരു ദായി എന്ന് പറഞ്ഞാൽ ഒരു പ്രബോധകൻ, നമ്മളൊക്കെ പ്രബോധകരാണ് കേട്ടോ. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് ബാധ്യത എല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ പ്രബോധകരാണ്. പ്രബോധനം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സാഹിബ് യാസീന്റെ സുന്ദരമായ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. 3 പ്രവാചകന്മാര് ദഅവത്ത് നടത്തുന്നു.
ആ രംഗത്തേക്ക് പുതിയൊരു മനുഷ്യൻ കടന്നു വരികയാണ്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലു യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഓടിക്കതച്ചിട്ട് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യൻ എന്താ പറയുന്നത്? ഇത്തബിഉൽ മുർസലീൻ, മുർസലീങ്ങളെ പിൻപറ്റിട്ടോ, നിങ്ങൾ ഇവരെ പിൻപറ്റണം. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ, പ്രതിഫലം ചോദിക്കാത്ത ഇവരാണ് യഥാർത്ഥത്തിൽ നേർമാർഗം പ്രാപിച്ചവർ എന്നൊക്കെ പറയുമ്പോ ആ മനുഷ്യൻ ഇവരെന്താ ചെയ്തത്? കൊന്നളഞ്ഞു. അടിച്ചും പിടിച്ചും തൊഴിച്ചും കല്ലെറിഞ്ഞും ഈ മനുഷ്യനെ ക്രൂരമായി കൊന്നു. കൊന്നപ്പോ എന്താ സംഭവിച്ചത്? അയാൾ ഷഹീദാണ്. പടച്ചോൻ പറഞ്ഞു ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിൽ കയറിക്കോ, വേറെ വർത്താനൊന്നുമില്ല. ഷഹീദിന്റെ ദറജ എത്രയാണ്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിയുന്നതിന്റെ തൊട്ടു മുന്നേ അയാളുടെ സകല പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുത്തിരിക്കുമെന്നാണ്, മാപ്പ് നൽകിയിരിക്കും. പിന്നെ അടുത്ത തുള്ളികൾ എന്തിനാണ്? ഓരോ തുള്ളിയും അവന്റെ ദറജയാണ്. ഓരോ തുള്ളിയും 5 ലിറ്ററോളം രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. ഈ 5 ലിറ്റർ എത്ര തുള്ളികൾ ഉണ്ടാകുമോ അത്രയും വലിയ ദറജയിലേക്കായിരിക്കും പിന്നീട് ഷഹീദ് ഉയർന്നു പോകുക. അള്ളാഹു പറഞ്ഞെന്താണ്? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ പടച്ചോന്റെ അടുത്ത് ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹു അവർക്ക് അന്നം നൽകുന്നുമുണ്ട്. പച്ചവർണ്ണത്തിലുള്ള കിളികളായി അള്ളാഹു നിശ്ചയിച്ച സ്വർഗത്തിന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ മരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. ആ മനുഷ്യന്റെ മറുപടി എന്താണ്? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എന്നെ കൊന്ന, എന്റെ ജീവൻ അപഹരിച്ചെടുത്ത എന്റെ ജനത ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, ഇതെന്തിനാ അറിഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിച്ചത്? നിങ്ങൾ കൊന്നിട്ടും എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, ഞാനിതാ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഹുങ്ക് കാണിക്കാനല്ല. പിന്നെന്തിനാ? പടച്ചോനെ, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കി. എനിക്ക് കിട്ടിയതുപോലെ അവർക്കും സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ, ഞാൻ ഈ പറയുന്ന പരലോക ജീവിതമാകട്ടെ തൗഹീദാകട്ടെ എല്ലാം സത്യമാണെന്ന് ഈ കാര്യം അറിയുന്നതിലൂടെ എന്റെ ജനത മനസ്സിലാക്കിയിരുന്നെങ്കിൽ റബ്ബേ എന്ന അടങ്ങാത്ത ആഗ്രഹത്തോടെ റബ്ബിന്റെ മുന്നിൽ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ സമുദായം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ആഗ്രഹിച്ചു പോയ സാഹിബു യാസീനിന്റെ പിൻഗാമികളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ കുത്തുവാക്കുകളും എന്തൊക്കെ എഴുത്തുകളും എന്തൊക്കെ തെറിവിളികളും നമുക്കെതിരെ ഉണ്ടായാലും അതുപോലെ തെറിവിളിക്കാൻ നമുക്ക് പാടില്ല, അതുപോലെ തിരിച്ചെഴുതാൻ നമുക്ക് പാടില്ല, അതുപോലെ വ്യക്തിഹത്യ നടത്താൻ നമുക്ക് പാടില്ല. പറയാനുള്ള വിഷയങ്ങൾ പറയേണ്ടതുപോലെ ശക്തമായി തന്നെ നമുക്ക് പറയാം. പക്ഷെ ഒരു വ്യക്തിയെയും വ്യക്തിപരമായി ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരാളുടെയും അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഏറ്റവും വലിയ പലിശ ഏതാണ്? ഏറ്റവും വലിയ പലിശ ഏതാണ്? മുഅ്മിനിന്റെ ഈ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നതാണ്. നമ്മൾ ഒരാളുടെ ധനം അപഹരിക്കുന്നത് മാത്രമല്ല നാം ചെയ്യുന്ന അപരാധം. ഒരാളെ അപമാനിക്കുന്നത്, ഒരു മുസ്ലിമിന്റെ രക്തം എത്രത്തോളം പരിശുദ്ധമാണോ അത്രത്തോളം പരിശുദ്ധമാണ് അവന്റെ അഭിമാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസത്തിന്റെ 1-ാം നോമ്പിനപ്പുറത്തേക്ക് ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് അതിന്റെ അപ്പുറത്തേക്ക് നീണ്ടുപോകരുത്. നിർത്തണം, നമ്മൾ സ്റ്റോപ്പാക്കണം. നമ്മൾ ആളുകളുടെ നന്മ കാണാൻ ശ്രമിക്കുക. തിന്മ കണ്ടാൽ അവരോട് വളരെ രഹസ്യമായി ഗുണകാംക്ഷയോടുകൂടി തിരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മനസ്സിൽ അസൂയയില്ലാതിരിക്കുക. അസൂയ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്കതൊന്നും മനസ്സിന്ന് മാറ്റാൻ കഴിയില്ല. പക്ഷേ അസൂയപ്പെടരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം പറയുന്നത് എന്താണെന്നറിയോ? അസൂയക്കനുസരിച്ച് പ്രവർത്തിക്കരുത് എന്നാണ്. എനിക്ക് നല്ല അസൂയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നന്മക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്താ ഈ അസൂയ എന്ന് പറഞ്ഞാൽ? ഓരോ ആളുകൾക്കും അള്ളാഹു നൽകുന്ന അവർക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളാണ്. നമ്മൾ അവരോട് അസൂയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ്, പടച്ചോനെ തീരുമാനത്തെയാണ്. അതുകൊണ്ട് അത് ഉണ്ടാവരുത്. അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, സ്പർദ്ധയില്ലാത്ത, കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയം തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇന്ന് വിചാരിച്ച് നാളെ മനസ്സിന്ന് അഹങ്കാരം മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല, അസൂയ മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും.
അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ക്രമേണ നമ്മുടെ ഹൃദയത്തിന്റെ കുത്തുകൾ മാഞ്ഞ് ആ ഹൃദയം പ്രകാശിക്കുന്നതായി മാറും. അതാണ് പരിശുദ്ധമായ ഹൃദയം. അതാണ് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ട ഹൃദയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാലാമത്തെ ഹൃദയം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് തലകുത്തനെ നിൽക്കുന്ന ഹൃദയമാണ്. അതാരുടെ ഹൃദയമാണ്? അത് തികഞ്ഞ മുനാഫിക്കുകളുടെ ഹൃദയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് കാവൽ തേടേണ്ട ഒരു അവസ്ഥയാണ് മനസ്സിൽ നിഫാഖ് ഉണ്ടാക്കുക എന്നാൽ. നിഫാഖിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താണ് പരിശുദ്ധ ഖുർആൻ? അല്ലാഹു പറയാൻ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ, നിഫാഖ് മനസ്സിലുള്ളവൻ എന്ന് പറഞ്ഞാൽ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നരകത്തിന്റെ പ്രത്യേകതയായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് എന്താണ്? നരകത്തിന്റെ അടിയിലേക്ക് പോകുന്തോറും, നരകത്തിന്റെ ആഴത്തിലേക്ക് പോകുന്തോറും നരകത്തിന്റെ കാഠിന്യം കൂടി വരുന്നതാണ്, അദാബിന്റെ കാഠിന്യം കൂടി വരുന്നതാണ്. ആ ഏറ്റവും കാഠിന്യം കൂടിയ നരകത്തിലായിരിക്കും മുനാഫിഖുകൾ ഉണ്ടാകുക എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുനാഫിഖുകൾ നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങളെ കാണുന്നൊരു രംഗമുണ്ട്. യൗമ യഖൂൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനൂ ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. അതാ മുനാഫിഖുകൾ മുഅ്മിനീങ്ങളുടെ പ്രകാശത്തെ കാണുകയാണ്, ഈമാനിന്റെ വെളിച്ചത്തെ കാണുകയാണ്. അവരതാ പറയുകയാണ്, നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രകാശം കുറച്ചൊന്ന് ചുരുങ്ങി തരുമോ, ഞങ്ങൾക്ക് പകർത്തി തരുമോ? ഖീലർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ. നിങ്ങൾ പിറകോട്ട് പോകുക, കൽപ്പന വരികയാണ്. നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുക, സ്വന്തം പ്രകാശം നിങ്ങൾ തേടുകയും ചെയ്തുകൊള്ളുക. ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാതിനുഹു ഫീഹി റഹ്മ വദാഹിറഹു മിൻ ഖിബലിഹിൽ അദാബ്. അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാതിലിന്റെ ഉൾഭാഗമാകട്ടെ അല്ലാഹുവിന്റെ റഹ്മത്തിനാൽ പരിരക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കും. ആ വാതിലിന്റെ പുറത്തുള്ളവരാകട്ടെ നരകാഗ്നിയെ കാത്തു നിൽക്കുന്നവരായിരിക്കും. യുനാദൂനഹും, ആ വാതിലിന്റെ അപ്പുറത്ത് വെച്ച് മുനാഫിക്കുകൾ വിളിച്ചു പറയുകയാണ്, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയല്ലയോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിസ്കരിച്ചവരല്ലേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ നോമ്പെടുത്തവരല്ലേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ദഅവാ പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിച്ചവരല്ലേ? ഞങ്ങൾ നിങ്ങളോടൊപ്പമുള്ളവരല്ലേ? ഖാലു അലം നകും മഅകും ഖാലു ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി. ആ മുഅ്മിനീങ്ങളെ തിരിച്ചു പറയുകയാണ്, പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടായി, എന്തോ ഒന്നിന് നിങ്ങൾ കാത്തു നിൽക്കുകയുണ്ടായി. നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. വഗറത്കുമുൽ അമാനി, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഹത്താ ജാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഹശ്റിന്റെ മൈതാനിയെക്കുറിച്ച്, ബർസഖിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനല്ലദീന കഫറൂ മഅവാകുമുന്നാർ. അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങളിൽ നിന്നൊരു പരിഹാരവും സ്വീകരിക്കുന്നതല്ല, നിങ്ങളുടെ മടക്ക സ്ഥാനം നരകവുമാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ. മുനാഫിഖുകളുടെ പതിതാവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ വലിയ ഖേദത്തിന്റെ, ദുരന്തത്തിന്റെ അവസ്ഥയാണ്. ഈ ആയത്തുകൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ആവർത്തിച്ച് ചോദിച്ചത്, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന നിഫാഖിന്റെ പട്ടികയിൽ ഉമറിന്റെ പേരുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് വന്ന് ചോദിക്കും, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂൽ മുനാഫിഖുകളെ കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഹുദൈഫ, ഈ ഉമറിന്റെ പേര് ആ മുനാഫിഖുകളുടെ പട്ടികയിലുണ്ടോ ഹുദൈഫ എന്ന് ആവർത്തിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അറിയണം, നമ്മൾ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉന്നത കുലപതികളായ ആ സ്വഹാബിമാരിൽ പ്രഥമനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പോലും നിഫാഖ് വന്നു പോകുമോ എന്ന ഭയമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഭയവും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു പ്രയാസവും ആ ജീവിതത്തിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, നിഫാഖ് ഏത് നിമിഷവും കടന്നു വരാം. കാപട്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ വീഡിയോ മതി കേട്ടോ.
ഒരൊറ്റ വീഡിയോ മതി നിഫാഖിന്റെ കയത്തിലേക്ക് നാം വലിച്ചെറിയപ്പെടാൻ. ഒരു 4-3 മിനിറ്റുള്ള ഓഡിയോ മതി നമ്മുടെ ഹൃദയത്തിൽ കാപഢ്യം മുളച്ചു പൊങ്ങാൻ. നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ. മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഈമാനിന്റെ വിഷയത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിഫാഖിന്റെ സ്രോതസ്സുകൾ വഴിയിലുടനീളം വിതറിയിരിക്കുന്നു. അതേത് നിമിഷവും നമ്മെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുക, റബ്ബേ നിഫാഖിന്റെ അവസ്ഥയിൽ എന്നെ എത്തിക്കരുതേ റബ്ബേ, നിഫാഖിന്റെ മനസ്സിൽ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാപഢ്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഹൃദയം തലകുത്തനെയുള്ള മുനാഫിക്കുകളുടെ ഹൃദയമാണ്. നാലാമത്തെ ഹൃദയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിന്റെ പ്രത്യേകത അത് ഷീൽഡഡ് ആണ്. അത് ഒരു തരം മറയുള്ളതാണ്, ശക്തമായ മറയുള്ള ഒരു ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്തൊക്കെ ഉത്ബോധനങ്ങൾ കേട്ടാലും ഒരു മാറ്റം ആ ഹൃദയത്തിന് ഉണ്ടാവില്ല. ഏതുപോലെ എന്നറിയുങ്ങൾ, നമ്മൾ കടയിൽ പോയിട്ട് ഒരു കിലോ ആപ്പിളോ അല്ലെങ്കിൽ 1 കിലോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നല്ല വൃത്തിയിൽ ഇതൊക്കെ കെട്ടി അതിങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ആപ്പിൾ എന്ത് ചെയ്തു, കുറച്ച് ചെളിയിലേക്ക് അങ്ങോട്ട് വീണു എന്ന് വിചാരിക്കാം. അപ്പൊ ചെളി നമുക്ക് കഴുകിക്കളയാൻ ആ സമയത്ത് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ആപ്പിൾ നല്ല പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ട് നല്ല ഭദ്രമായി കെട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബേസിനിലിട്ടിട്ടോ അല്ലെങ്കിൽ കുളിമുറിയിൽ കൊണ്ടുപോയിട്ടോ നമ്മൾ ഈ കവറിൻ്റെ പുറത്ത് നന്നായിട്ട് കഴുകുകയാണ്. കുറേ നേരം എടുത്ത് ഇങ്ങനെ കഴുകി 1 മണിക്കൂറാണ് കഴുകി. കവർ തുറന്നാൽ എന്താ സംഭവിക്കുക? ആ ചെളി അവിടെ തന്നെ ഉണ്ടാവും. ഇതുപോലെയാണ് ചില ആളുകളുടെ മനസ്സ്. അവരുടെ ഹൃദയത്തിൽ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു പറഞ്ഞു ആദ്യം ഹൃദയത്തെയാണ് പടച്ചോൻ പറഞ്ഞത്. അല്ലാഹു സീൽ വെക്കുന്ന കൂട്ടത്തിൽ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, ആദ്യം ഹൃദയത്തെയാണ് പടച്ചോൻ പറഞ്ഞത്. അതൊരു മെക്കാനിസമാണ്. ആ ഹൃദയത്തിന് സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഹൃദയത്തിന് ഒരു മറ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് കണ്ണ് വർക്ക് ചെയ്യൂല, കാതും വർക്ക് ചെയ്യൂല, ഒന്നും വർക്ക് ചെയ്യൂല. നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വലഖദ് ജറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടൊരു വിഭാഗം നരകത്തിന് വേണ്ടിയുള്ളവരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ഒന്നാമതല്ല പറയുന്നു, ആദ്യമല്ല പറയുന്നത് ഏതാണ്? ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് കേട്ടോ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റുകയില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, ആ ചെവികൾ കൊണ്ട് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, അവർ കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികൾ പോലും അവരെക്കാൾ ഒരുപക്ഷെ നന്നായേക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയം വല്ലാത്തൊരു ഹൃദയമാണ്. എന്ത് പറഞ്ഞാലും നന്നാവാത്ത ഹൃദയം ബ്ലോക്കാകുന്നതോടുകൂടി കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല, ചെവി കൊണ്ടൊന്നും കേൾക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് കാണുന്നതിന് 2 രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ കഴിയും, നമുക്ക് തലച്ചോറ് കൊണ്ടും ചിന്തിക്കാൻ കഴിയും. നമ്മളിങ്ങനെ വഴിയരികിലൂടെ നടന്നു പോകുമ്പോ ഒരു യാചകൻ ഇരുന്നു കൊണ്ട് യാചിക്കുകയാണ്. അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അയാളുടെ വയറിങ്ങനെ ഒട്ടിയിട്ടുണ്ട്, വാരിയല്ലുകൾ ഇങ്ങനെ എണ്ണിയെടുക്കാൻ കഴിയും. നമ്മളിങ്ങനെ ആ മനുഷ്യനെ കാണുമ്പോ ചില ആളുകൾ അതാ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുക. എങ്ങനെയാണ് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക? ഈ മനുഷ്യന് ഞാൻ എന്റെ പണം കൊടുത്താൽ, എന്റെ പൈസ കൊടുത്താൽ എനിക്കതുകൊണ്ട് എന്താണ് നേട്ടം, എനിക്കതുകൊണ്ടുള്ള ലാഭം എന്താണ്? ഇനി ഇയാൾ വിശന്ന് മരിച്ചു പോയാൽ എനിക്കതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ തലച്ചോറ് കൊണ്ട് മാത്രമാണ് ആലോചിക്കുക. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ഹൃദയത്തിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെന്താണ് ആലോചിക്കുക? എനിക്കുമുണ്ട് കുടുംബാംഗങ്ങൾ, എനിക്കുമുണ്ട് കുടുംബം, എനിക്കുമുണ്ട് വയർ, എനിക്കുമുണ്ട് വിശപ്പ്. ഈ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആളുകൾ എന്നെ അവഗണിക്കുമ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കാൻ സാധ്യതയുണ്ട്, എത്രമാത്രം പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മാലാകുന്ന സഹായം ആ മനുഷ്യന് നമ്മൾ ചെയ്തു കൊടുക്കും. ഫലസ്തീനിലെ പിഞ്ചോ മരപ്പൈതങ്ങളുടെ തകർന്നടിഞ്ഞ ശരീരങ്ങളും പൊട്ടിത്തെറിച്ച തലയോടുകളും കാണുമ്പോ ചില മനുഷ്യര് തലച്ചോറ് കൊണ്ടാണ് ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെന്താണ് ആലോചിക്കുക? തലച്ചോറ് കൊണ്ട് ആലോചിക്കുമ്പോ അവരെന്താണ് ആലോചിക്കുക? ഇതുകൊണ്ട് എനിക്കുണ്ടാവുന്ന നഷ്ടം എന്താണ്?
ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്ന കേടെന്താണ്? എന്റെ കുടുംബത്തിൽ പ്രശ്നമില്ല, എന്റെ കച്ചവടത്തിൽ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏത് ദിക്കിലായാലും ഏത് രംഗത്തായാലും ചെറിയ പൈതങ്ങളും കുട്ടികളും ആക്രമിക്കപ്പെടുമ്പോ ആ കുട്ടികളിൽ സ്വന്തം മക്കളെ കാണുന്നവരുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വങ്ങളെ ആ മക്കളിൽ കാണുന്നവരുണ്ട്. അവരുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകളുടെ കാഴ്ച നേരെ തലച്ചോറിലേക്ക് മാത്രമാണ് പോകുക, ചില ആളുകളുടെ കാഴ്ച നേരെ ഹൃദയത്തിലേക്കാണ് ആദ്യം പോകുക. ഇവിടെ പടച്ചോൻ പറഞ്ഞത് എന്താണെന്നറിയോ? വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട്, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ട് മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുക, ഹൃദയം കൊണ്ട് കാണാൻ അവർക്ക് കഴിയുകയില്ല. തലച്ചോറ് കൊണ്ട് മാത്രമാണ് അവർക്ക് കേൾക്കാൻ കഴിയുക, ഹൃദയം കൊണ്ട് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ പ്രത്യേകത എന്താണ്? ഉലൈക കല്ലനാം, അവർ മൃഗങ്ങളെ പോലെയാണ്. മൃഗങ്ങളുടെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? വനാന്തരങ്ങളിൽ ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. സിംഹങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി വേട്ടയാടുന്ന സമയം ചില സിംഹങ്ങൾ അതാ കൂട്ടത്തോടുകൂടി ജീവൻ വിട പറയുന്നതിന്റെ മുന്നേ, ജീവൻ പോകുന്നതിന്റെ മുന്നേ ചില ഇരകളെ അങ്ങനെ ഭക്ഷിക്കുകയാണ്. കടിച്ചു പറിച്ച് മാംസം പറിച്ചു തിന്നുന്ന ആ വേദനയിൽ ആ ഇരകൾ എത്രയെത്ര ഉറക്കക്കരഞ്ഞാലും ഈ പറയുന്ന മൃഗങ്ങൾക്ക് മനസ്സിൽ അലിവുണ്ടാകാറില്ല, മനസ്സിൽ പ്രയാസമുണ്ടാകാറില്ല. കാരണം എന്താണ്? അവർക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തിട്ടില്ല എന്നതാണ്. അതുപോലെയാണ് ചില മനുഷ്യർ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ അറിഞ്ഞാലും അവരുടെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ കലാമിന് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് പ്രിയപ്പെട്ടവരെ? വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അവതീർണമായ പരിശുദ്ധ ഖുർആനിന്റെ കലാമങ്ങ് കേൾക്കുമ്പോ തറാ അയുനഹും, അവരുടെ കണ്ണുകളെ അങ്ങേക്ക് കാണാം നബിയേ, തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം തിരിച്ചറിഞ്ഞത് കാരണം ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നതായി നബിയെ അങ്ങേക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഹൃദയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് കണ്ണുകൾ. മനുഷ്യന്റെ ഹൃദയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് കണ്ണുകൾ. കരയാത്ത കണ്ണുകളാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശ വമിൻ ഐനിൻ ലാ തജ്മ. അല്ലാഹുവേ, പേടിക്കാത്തൊരു ഹൃദയത്തിൽ നീ എന്നെ കാത്തുരക്ഷിക്കണേ. ശരണം തേടാനാണ് പറഞ്ഞത്. കരയാത്ത കണ്ണുകളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, കരയാൻ കഴിയുകയില്ല എന്നത് നമ്മുടെ മനസ്സിന്റെ കട്ടിയൊന്നല്ല, അതൊരു രോഗമാണ്, അതൊരു അസുഖമാണ്. ആ അസുഖമുള്ള ഹൃദയങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉറയിൽ ഇടപെട്ട ഹൃദയം. നിങ്ങൾ എത്ര തന്നെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എത്ര ലേഖനങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല, അവർ നന്നാവൂല. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എത്ര ഉപദേശിച്ചാലും നന്നാവാതെ ആ പഴയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ഹൃദയം വരാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിന് അല്ലാഹു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷിയില്ലേ? പുറത്തുനിന്നൊരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡികൾ ശക്തമായി പ്രതികരിച്ച് അതിനെ തോൽപ്പിക്കും. അതുപോലെ നമ്മുടെ ആത്മാവിനും അല്ലാഹു ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രതിരോധ സംവിധാനം ആത്മാവിന് അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ് എന്ന് അല്ലാഹു പറഞ്ഞത്. ഒരാൾ വ്യഭിചരിക്കാൻ പോകുമ്പോൾ ആദ്യം അവനോട് വേണ്ടാന്ന് പറയുക ആരാണെന്നറിയോ? വേണ്ടട്ടോ, നീ പോവണ്ട എന്ന് ആദ്യം അവനോട് ആരാ പറയാ? അവൻ്റെ ഭാര്യയോ അവൻ്റെ കൂട്ടുകാരോ? പിന്നെ അവൻ്റെ മനസ്സാക്ഷിയാണ്. ഒരാൾ കക്കുമ്പോ തെറ്റാണ് കേട്ടോ എന്ന് ആദ്യം അവനോട് പറയാ ഓൻ്റെ ഈ നഫ്സുൽ ലവ്വാമയാണ്. പക്ഷേ ഈ നഫ്സുൽ ലവ്വാമ മരിക്കും. എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ കേൾക്കാതെ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇതിനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ പിന്നെ മൂപ്പര പണി അവിടെ നിർത്തും. പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എത്ര വ്യഭിചരിച്ചാലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എത്ര കട്ടാലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എന്തൊക്കെ വൃത്തികേട് ചെയ്താലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. അയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മനസ്സ് വല്ലാതെ വേദനിക്കും. നമ്മൾ പ്രയാസപ്പെടും. എന്തുകൊണ്ടാണ്? ആ നഫ്സുൽ ലവ്വാമ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് പറയണം നമ്മൾ. ഇനി ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും നഫ്സുൽ ലവ്വാമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുതുജീവൻ നൽകാനുള്ള അവസരമാണ് എന്ത്?
ഈ പരിശുദ്ധ റമദാൻ. എങ്ങനെയാ പുതുജീവൻ നൽകേണ്ടത്? തൗബയാണ്. മരിച്ചുപോയ നഫ്സുൽ ലവ്വാമക്ക് കൊടുക്കേണ്ട കുടിനീരാണ്, ജീവന്റെ നീരാണ് തൗബ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായ തൗബയുമായി മടങ്ങിക്കൊള്ളുക, തൗബ ചെയ്യുക. മരിച്ച നഫ്സുൽ ലവ്വാമ എഴുന്നേൽക്കും. അടുത്ത വട്ടം നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ലവ്വാമ, ആ പ്രതിരോധ സംവിധാനം, ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ പരിശുദ്ധമായ ഹൃദയം നേടിയവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് നിങ്ങളിതൊരു ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. 900 ചില്ലാനം കൊല്ലക്ക് ആയുസ് നൽകപ്പെട്ട സമുദായങ്ങളുണ്ട്. നൂഹ് നബിൻ്റെ സമുദായം, വലിയ 60 അടി നീളമുള്ള ആളുകളുണ്ടായിട്ടുണ്ട്. ആദ് സമുദായം. ഇവരിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ്? അറിയില്ല. ലൈലത്തുൽ ഖദ്ർ കിട്ടിയതാണോ? അതൊരു പ്രത്യേകതയാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊന്നും പ്രവാചകന്മാരുടെ ദൗത്യം അല്ലാഹു കൊടുത്തിട്ടില്ല. നമുക്കത് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പ്രവാചക ദൗത്യം ഏറ്റെടുത്തവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ അവസാനമായി പ്രസംഗിക്കുന്ന സമയം, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാം തലമുറ ആ പ്രതീക്ഷയെ 100 മേനി നിറവേറ്റി എന്നതാണ് സത്യം. ആ പ്രവാചകന്റെ മുന്നിലിരുന്നത് എത്ര ആളുകളാണ്? 100,000 ചില്ലാനം സ്വഹാബികളാണ്. അതിന്റെ 2000 ഇരട്ടിയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം. 2 ബില്യണിലധികം, 200 കോടിയിലധികം. ലോകത്ത് 4 മനുഷ്യരെടുത്താൽ അതിൽ ഒരാൾ മുസ്ലിങ്ങളാണ്. അൽഹംദുലില്ലാഹ്.